നമസ്കാരം. ഇന്നൊരു പ്രോൺസ് പൊട്ടറ്റോ ഡിഷാണ്. ഒരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 2 പൊട്ടറ്റോ, ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ ഇത് മിക്സിയിലിട്ട് ചതച്ച് എടുക്കുക. പ്രോൺസ് നമുക്ക് 1/2 കിലോ പ്രോൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് വേവിച്ചതിന് ശേഷം അത് വറക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. നേരത്തെ ചതച്ച നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഈ വറക്കാനായിട്ട് മാറ്റി വേവിച്ച് വെച്ചേക്കുന്ന പ്രോൺസ് എടുത്ത് വറക്കുക നന്നായിട്ട്. അത്യാവശ്യം എണ്ണ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മാഷ് ചെയ്തതിലേക്ക് അരിഞ്ഞു വെച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അതൊന്ന് കുഴച്ച് വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പ്രോൺസ് മിക്സിയിലിട്ട് ചതച്ച് അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടും. അതിനെ പിന്നെ പല ഷേപ്പിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് ഇവിടെ 3 ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ചപ്പാത്തി പലക വെച്ചാണ് ഞാൻ അതൊന്ന് പരത്തിയതിന് ശേഷം റെക്റ്റാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്, റോൾ ഷേപ്പിലാക്കിയിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം വട ഷേപ്പിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഓഫീസിൽ നിന്ന് വൈകിട്ട് വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചൂടോടെ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു ടേസ്റ്റ്. തണുത്ത് പോയി കഴിക്കുന്നതിലും നല്ലതാണ് ചൂടോടെ. ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ ചൂടോടെ ചായ, കട്ടൻ കാപ്പി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഡയമണ്ട് ഷേപ്പിലും ഒക്കെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെമ്മീൻ വട എന്നുള്ള രീതിയിൽ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ചെമ്മീൻ ഉണ്ടെങ്കിൽ, ചെമ്മീൻ ഇല്ലാതെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോയും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പൊട്ടറ്റോയും പ്രോൺസും കൂടെ ആയതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ചേർക്കുക. ഇല്ലെങ്കിൽ ആ ഒരു പച്ച മണം വരും, ഒരു കുത്തൽ വരും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക 2 വശവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വളരെ നല്ലതായിട്ട് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.